കർപ്പൂരത്തിന് പ്രത്യേകത ഉണ്ട്, വരുന്നുണ്ട്. കടലിലെ വെള്ളം, അതുപോലെ തന്നെ സംസം വെള്ളം, മഴവെള്ളം, ചുടുവെള്ളം, അതിനൊന്നും എന്തില്ല, ഒരു പ്രത്യേകതയില്ല. ഏതു വെള്ളം ഉപയോഗിക്കാം, പച്ചവെള്ളം കൊണ്ട് തന്നെ ചെയ്യുക, മയ്യത്തിനെ കുളിപ്പിക്കാം, അതിലൊന്നും തെറ്റില്ല. ഈ കർപ്പൂരം എന്നുള്ളത് പ്രത്യേകം ഹദീസിൽ വന്നൊരു സംഗതിയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വജഅൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ഷൈഅൻ മിൻ കാഫൂർ. കാഫൂർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. അപ്പോൾ അവസാനത്തെ വെള്ളത്തിലാണ് ചേർക്കേണ്ടത്. അതായത് ഇപ്പോൾ 3 തവണയാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്നതെങ്കിൽ 3ാമത് മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ 3ാമത്തെ വെള്ളത്തിലാണ് കർപ്പൂരം വേണ്ടത്. 5 തവണയാണ് കുളിപ്പിക്കുന്നതെങ്കിൽ ആ 5ാമത് മയ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിലാണ് എന്ത് വേണ്ടത്, ഈ കർപ്പൂരം കലർത്തേണ്ടത്. ഈ കർപ്പൂരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കയ്യിൽ വെച്ച് പൊടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, പൊടിയും. അപ്പം അത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് പൊടിച്ചിട്ട് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ വെച്ചാൽ അതൊന്നുകൂടി ഒന്ന് ലയിച്ച് അതിൻ്റെ കൂടെ ചേരും, വെള്ളത്തിന് കൂടെ ചേരും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവസാനത്തെ തവണ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കർപ്പൂരം കൂട്ടിയ വെള്ളം കൂടി കൂട്ടി ഒഴിക്കുക എന്നുള്ളതാണ്. ഒന്നത് സുഗന്ധമാണ്, ഈ കർപ്പൂരം എന്നുള്ളത് സുഗന്ധമാണ്. അതുപോലെ തന്നെ ഈ പ്രാണികളും ഇതൊക്കെ മയ്യത്തിൻ്റെ ശരീരത്തിൽ വന്ന് ഇരിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു മാർഗമാണ് ഈ കർപ്പൂരമുള്ള വെള്ളം ഉപയോഗിച്ച് അവസാനത്തെ കുളിപ്പിക്കലാക്കുക എന്നുള്ളത്.